മനുഷ്യൻ ദൈവത്തെ എല്ലാത്തിനേക്കാൾ ഉപരി സ്നേഹിക്കുന്നുണ്ടോ എന്ന് ദൈവം പരീക്ഷിക്കുന്ന നാളിൽ ആ പരീക്ഷയിൽ മനുഷ്യൻ പരാജയപ്പെട്ടു പോവുകയും അവൻ ദൈവത്തെക്കാൾ ഉപരി സാത്താനെ സ്നേഹിച്ചുകൊണ്ട് ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ കൽപ്പനയെ നിഷേധിച്ച് സാത്താന്റെ കൽപ്പനയെ അനുസരിക്കുക വഴി അവൻ ദൈവത്തെ അല്ല സാത്താനെ ലോകത്തെയാണ് സ്നേഹിക്കുന്നത് തെളിയിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആദിയിൽ ദൈവത്താൽ ശ്രദ്ധിക്കപ്പെട്ട ഏക പുരുഷൻ പാപം ചെയ്തത് എന്താണ്? ദൈവത്തോടുള്ള അനുസരണയാണ് പാപം എന്ന് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ്? അന്ന് വരെ ദൈവത്തിന്റെ മകനും വിശുദ്ധനുമായിരിക്കുന്ന ആദം ആ പഴം തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ ആ പഴം തിന്നത് വഴി ആത്മാവിന്റെ വിശുദ്ധിയിൽ മരിച്ച് ആ ഏക പുരുഷൻ ആത്മാവിൽ പാപിയും സാത്താന്റെ സന്തതിയുമായിട്ട് രൂപാന്തരം ചെയ്ത് ദൈവത്തിന് ശത്രുവും സാത്താന്റെ സന്തതിയുമായിട്ട് അവൻ പർദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ആ ഏക പുരുഷന്റെ രക്തത്തിൽ നിന്നാണ് നാം എല്ലാവരും ജനിച്ചത്. ഈ ഭൂമിയിലെ സകല ജാതി മതസ്ഥരും. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, ഒരുവരിൽ നിന്നല്ലയോ ദൈവം സകല ജാതികളെയും ലോകമെങ്ങും കുടിയിരിപ്പാനായിട്ട് സൃഷ്ടിച്ചത്. ഒരേ ഒരു പുരുഷന്റെ രക്തത്തിൽ നിന്ന് സകല മനുഷ്യരും പാപിയായിരിക്കുന്ന ഒരുവന്റെ രക്തത്തിൽ ജനിച്ച് എല്ലാവരും പാപികളായിട്ട് സർവ്വലോകത്തും ഇല്ലാത്തവരായിട്ട് ദൈവത്തെ അറിയാത്തവരായിട്ട് ഓരോരുത്തരും സ്വന്തമായിട്ട് ദൈവങ്ങളെ സൃഷ്ടിച്ച് ഓരോരുത്തരും ദൈവത്തിന്റെ അവരവരുടെ ഇഷ്ടങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവങ്ങൾക്ക് അവരവരുടെ ഇഷ്ടപ്രകാരം ആരാധനകളെ വെച്ചുകൊണ്ട് സത്യദൈവത്തെ അറിയാതെ എല്ലാവരും പാപമോചനം നേടാതെ ആദമിന്റെ മക്കളായിട്ട് പാപികളായിട്ട് മരിച്ച് നരകത്തിലേക്ക് ഒടുങ്ങുമ്പോൾ പിതാവായ ദൈവത്തിന് നമ്മളോടുള്ള മനസ്സലിവാണ്, ഗിഫ്റ്റാണ് യേശുക്രിസ്തു.